ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ജനറൽ ആശുപത്രിയിലാണ്, എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ തുടർന്നത്. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളോട് രഞ്ജിത്ത് പ്രതികരിച്ചിട്ടില്ല. വിപിൻ, ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഈ പറയുന്നത് പോലെ രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ ECG വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ കടന്നുപോയ നാടകീയമായ സംഭവങ്ങളുടെ ഭാഗമാണ് ആയിരിക്കാം. അത് തന്നെയാണോ ഡോക്ടേഴ്സും പറയുന്നത്? ഇപ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വിവരങ്ങൾ. ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ഘട്ടത്തിൽ കൊണ്ടുപോകുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ പരാതി വ്യാജം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സംവിധായകൻ രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു അതിനാടകീയമായി തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്നാണ് എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയെ തുടർന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി തുടർ നടപടികളിലേക്കായിരിക്കും പോലീസ് പോവുക. യുവനടിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ മൂന്നാമതൊരു പരാതിയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. കഴിഞ്ഞ ഒരു ചരിത്രമെടുത്താൽ 2 പരാതികൾ, അത് ഏതാണ്ട് കേസുകൾ അവസാനിച്ചു. ഇപ്പോൾ മൂന്നാമതൊരു പരാതി ഉയർന്നിരിക്കുന്നു. അതിലാണിപ്പോൾ ഈ കസ്റ്റഡി എടുത്തത്. വിപിൻ സി, തുടരാം. യെസ് ഗോകുൽ, പരാതി വ്യാജം എന്നുള്ളത് ആവർത്തിക്കുകയാണ് രഞ്ജിത്ത്. ഇങ്ങനെ ഒരു പരാതി വരാനുണ്ടായ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് അറിയില്ല എന്നുള്ള ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് രഞ്ജിത്ത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നും, അതായത് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുമെന്നുള്ളതായിരുന്നു മനസ്സിലായിരുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിൽ വേരിയേഷനും കണ്ടതിനെ തുടർന്നാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. ഈ സമയത്താണ് വളരെ പ്രധാനമായും ഇന്നിപ്പോൾ രാവിലത്തെ പരിശോധനയിൽ ആ ഒരു വേരിയേഷനിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൽ കുറവുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിടുകയും ഒപ്പം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇന്നലെ തൊടുപുഴയിൽ വെച്ചായിരുന്നു ലൈംഗികാതിക്രമം എന്ന പരാതിയെ തുടർന്ന് നടൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. നേരിട്ട് DGPക്ക് ഈ പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു. സെറ്റിൽ വെച്ച ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ ഒരു പീഡന ശ്രമം എന്നുള്ളതും ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ കാരവനിലേക്ക്, അതായത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ തന്നെയാണ് ഈ ഒരു അതിക്രമം ഉണ്ടായതെന്ന് പറയുന്നു. കാരവനിലേക്ക് വിളിച്ചു വരുത്തുക, ഒരു ഡിസ്കഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ സ്വഭാവം. അതുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും അതിലൊരു കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടികളിലേക്ക്, അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുമായിരുന്നു. പക്ഷേ മൊഴിയെടുത്ത സമയത്ത് ഇപ്പോൾ അത് വ്യാജം എന്നുള്ളത് രഞ്ജിത്ത് ആവർത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി ആ രക്തസമ്മർദ്ദത്തിലെ വേരിയേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആശുപത്രിയിൽ തുടർന്ന്. അതിനുശേഷം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി നോർത്ത് സ്റ്റേഷനിലേക്കാണ്, വനിതാ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. 3 കാലഘട്ടങ്ങളിലായി 3 ഇടങ്ങളിൽ നടന്ന പരാതികൾ, അത് ഏത് രീതിയിലാണ് കേസിനെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.